ബട്ട് ദൈവം ഗെയിമി ഫാമിലി പാക്ക്. അരച്ചിക്ക് ഒരു കാര്യം അറിയോ? എന്നെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാന്ന്? അതെന്റെ ഈ വയറാണ്. എന്തൊക്കെ ചെയ്ത് ഒഴിവാക്കാൻ നോക്കിയിട്ടും ഈ വയർ എന്നെ വിട്ടു പോകുന്നില്ല. ഇതിന്റെ സ്നേഹം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. എന്നെ ഭയങ്കര ഇഷ്ടമുള്ളത് എന്റെ വയറിനാണെങ്കിലും എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്റെ ഹെയറിനാണ്. നോക്കിയേ രമേശ് ചേട്ടാ, ഒരുമാതിരി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കല്യാണാർജന വന്ന കാമുകിമാരുടെ പോലെയാണ് എന്റെ തലമുടി. നമ്മൾ പിടിച്ചെടുത്താൻ നോക്കിയിട്ട് കാര്യമില്ല, നമ്മളെ വിട്ടു പോകുന്നു. ആ പോട്ടെ, അത് പോയത് ഈ മുടി പോവാണ്ടിരിക്കാൻ ഞാൻ തയ്യലുണ്ടല്ലോ സൂപ്പർ ഗോള് വരെ തേച്ചു, എന്നിട്ട് ഒരു മുടിയും സംഭവിച്ചില്ല. മുടിന്ന് ഞാൻ പറഞ്ഞ തമിഴിലല്ല കേട്ടോ, മലയാളത്തിലാണ്. തെറ്റിദ്ധരിക്കരുത്. രമേശ് ചേട്ടാ, ഈ മുടിയൊക്കെ ആദ്യം പോയി ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല വിഷമവും സങ്കടം. എന്റെ പൊന്നു രമേശ് ചേട്ടാ, എനിക്ക് ആദ്യം താടി വന്നു തുടങ്ങിയത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഞാൻ എന്റെ താടി ഇവിടെ ഇങ്ങനെ ചന്ദ്രക്കല ഷേപ്പില് സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ നാട്ടുകാരോട് പറയാ, ജോസേ നീ ആ മാസ്ക് എടുത്ത് മുഖത്തിറ, താടിയും വെച്ച് നടക്കല്ലേ. എന്റെ കട്ട താടി കണ്ട് നാട്ടുകാര് പറഞ്ഞത് കറുത്ത മാസ്കാന്നാ. രമേശ് ചേട്ടൻ ഒരു കാര്യം അറിയോ? എന്റെ ശരീരത്തിൽ എന്നെ ഇത്ര അധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവയവം ഏതാന്ന്? അതെന്റെ ഈ കുഞ്ഞു കണ്ണുകളാണ്. കണ്ണട വെച്ചോണ്ട് മനസ്സിലാവില്ല. ഞാൻ കണ്ണട ഊരി കാണിച്ചു തരാം. രമേശ് ചേട്ടാ, അതെ എന്റെ കണ്ണ് ഭയങ്കര ഷോർട്ടാണ്. അതൊന്നും എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, അകലുള്ളതൊന്നും അങ്ങനെ കാണില്ല. എന്റെ കണ്ണ് ഭയങ്കര കുഞ്ഞി കണ്ണായോണ്ടല്ലോ, ഞാൻ അങ്ങനെ നാട്ടിൽ നിൽക്കുമ്പോ ആരെങ്കിലും വന്ന് എന്നോട് പറയും, ജോസേ നീ നേരെ നിക്കണേ, രാവിലെ തന്നെ അടിച്ച് പഴുത്ത് നിക്കാണോന്ന്, നിന്റെ കണ്ണ് കണ്ടറിയാതെ നീ കിറങ്ങിയിരിക്കാന്ന്. എന്റെ പൊന്നു രമേശ് ചേട്ടാ, ഞാൻ ഇതുവരെയായിട്ട് മൂക്കൊണ്ട് പോലും മദ്യപിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ മാങ്ങാണ്ടി മോറന്നോട്ട് നീമാര് തോക്കണത്. ഞാൻ എന്നിട്ട് അവസാനം നമ്മുടെ കമലഹാസൻ ഉണ്ടല്ലോ, അങ്ങേര് കാണിക്കണ പോലെ കാണിക്കേണ്ടി വരും. ഇന്തൊത്ത കണ്ണുതാ, ഇത് ഇവളോതാർക്ക് ഇതിക്ക് മേൽ വളരാത്. പക്ഷെ ചില ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ എന്നോട് പറയാറുണ്ട്, എന്റെ കണ്ണ് ഭയങ്കര ഷോർട്ട് ആയോണ്ട് നിന്റെ കണ്ണിക്ക് നോക്കുമ്പോ വേറെ അട്രാക്ഷൻ ആണ്, നീ ഞങ്ങളെ മയക്കുന്ന മായക്കണ്ണനാന്നൊക്കെ. മായക്കണ്ണന്. പക്ഷെ എനിക്കിപ്പോ എന്റെ ഗേൾസിന് എന്റെ പ്രണയം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ പ്രണയം മൊത്തം ക്ലാസ്സിലായിട്ട് തിരിച്ചു വരല്ലേ. ക്ലാസ് ഊരി പ്രണയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് ചേട്ടാ എനിക്കിട്ട് കണ്ണും കാണില്ല. ഒരു മിനിറ്റ്, ഇത് പവർ ക്ലാസ് ആണ്, അത് കണ്ണട വെക്കട്ടെ, അല്ലെങ്കിൽ തല ഇറങ്ങി വീഴും. നിങ്ങൾ ഇങ്ങോട്ട് മാറിയ ഞാൻ പറഞ്ഞല്ലോ പവർ ക്ലാസ് ആണ്, ഊരി കഴിഞ്ഞാൽ പവർ കട്ടാണ്. അതാണ് രമേശ് ചേട്ടാ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടോ ഇല്ലോ ഒന്നും മനസ്സിലാവാത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ മനസ്സെന്ന് പറയണത് അല്ലേ. പക്ഷെ ഇവൻ ഭയങ്കര വൃത്തികെട്ടവനാണ്, ഭയങ്കര ഇമോഷണലി വീക്കാണ് ഇവൻ. ബക്രു ചേട്ടാ, ഞാൻ ഒരു പെൺകുട്ടിനെ 10 വട്ടം പ്രപ്പോസ് ചെയ്തു, അവളെ എന്നെ 10 വട്ടം റിജക്റ്റും ചെയ്തു. സ്വാഭാവികം. പക്ഷെ എന്റെ മനസ്സ് പറയാ, എടാ അവൾക്ക് ഇപ്പോഴും നിന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട്, അവളെ പിന്നാലെ ഒന്നുകൂടി പോടാന്ന്. ഈ മനസ്സ് പറഞ്ഞിട്ട് ആ കുട്ടികളെ പിന്നാലെ ഞാൻ പട്ടിയുടെ പോലെ നടന്നു, അവൾക്കൊരു പട്ടിയുടെ പോലെ തന്നില്ല. പക്ഷെ ഈ മനസ്സിന് വിഷമം വന്നു കഴിഞ്ഞാണ്ടല്ലോ അപ്പൊ അത് മൂത്രമൊഴിക്കും. അറിയോ നിങ്ങക്ക്? മനസ്സിന് മൂത്രമൊഴിക്കാനുള്ള അവയവമാണ് നമ്മുടെ കണ്ണ്. മനസ്സിന് വിഷമം വന്നാൽ അപ്പൊ കണ്ണിലൂടെ ശൂശുള്ളി കളയും. അങ്ങനെ എത്ര ശൂശന്റെ തലോണൽ വേണമെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് അറിയോ നിങ്ങക്ക്? ഇന്നാളെ എനിക്ക് ചെറിയൊരു നെഞ്ചുവേദന വന്നപ്പോ ECG എടുത്ത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറയാ, ദോസേ കൺഗ്രാജുലേഷൻ ടാ, നിന്റെ ഹൃദയം ഇപ്പൊ കൊച്ചി പോലെ എപ്പോഴേലും ബ്ലോക്ക് വരാന്ന്. ഡോക്ടർ പറയാ, നീ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നിന്റെ ഹൃദയം ദേശീയപാത പോലെയാവാം, എപ്പോഴേലും തകരാന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന്? ഡാൻസ് കളിക്കുക എന്നുള്ളതാണ്. കാലുകൾ കൊണ്ട് വിസ്മയം തീർക്കണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ഇടത്തെ കാല് മാത്രം മൂവ് ചെയ്യുള്ളൂ. ഉദാഹരണം കാണിച്ചു തരാം. ഫൺ ബേബി ഫൺ, സൂപ്പർ ബേബി ഫൺ, എല്ലാരും കാണും ഫൺ, സൂര്യ TV ഫൺ. കണ്ട, എന്റെ ഇടത്തെ കാല് മാത്രമേ അനങ്ങുള്ളൂ, വലത്തെ കാല് ഒരുമാതിരി പുട്ടും കുട്ടിയുടെ ഉള്ളില് ഇരിക്കുക. ഡാൻസ് കളിച്ചപ്പോൾ ശ്വാസോശ സ്പോഞ്ച് പോലെയാണ്. മേശേട്ടാ ഞാൻ പോവാ, ഞാൻ ശ്വാസം മുട്ടി ഞാൻ ചാവും. നമസ്കാരം, എന്റെ പേര് ജോസ്. കിട്ടുന്നില്ല ശ്വാസം.